നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഫ്ലവർ ഷോ കാണാനാണ്. ഇവിടെ വർഷത്തിൽ 2 തവണയായിട്ടാണ് ഫ്ലവർ ഷോ നടത്തുന്നത്. ഒന്ന് ജനുവരി റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചും മറ്റൊന്ന് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റിൽ നടത്തും. ഓരോ എഡിഷനിലും ഡിഫറെൻറ്റ് തീമായിരിക്കും ഉണ്ടാകുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വിശ്വഗുരു ബസവണ്ണ ആൻഡ് വചന സാഹിത്യ എന്നതാണ്. കർണാടകയിലെ 12th സെഞ്ച്വറി സോഷ്യൽ റിഫോമർ ആയിരുന്നു സെയിൻറ്റ് ബസവണ്ണ. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ജനുവരി 18 മുതൽ 28 വരെയാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നത്. സ്കൂൾ കുട്ടികളാണ് കൂടുതലും ഇവിടെ വരുന്നത്. സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ്. വീക്ക് ഡേ ഒരു അഡൽട്ട് പേഴ്സണ് 80 രൂപയാണ് എൻട്രൻസ് ഫീ, കുട്ടികൾക്ക് 30 രൂപ. സ്കൂൾ യൂണിഫോം ഉള്ള കുട്ടികളാണെങ്കിൽ ഫീ വേണ്ട. പിന്നെ വീക്കെൻഡ് ഹോളിഡേയ്സിന് അഡൽട്ട് പേഴ്സണ് 100 രൂപീസാണ്. നമ്മൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 6 ലേഡീസ് ഒന്നിച്ചാണ് ക്യാബ് വിളിച്ചാണ് പോയത്. നമുക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഇവിടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു 4 ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടീമായി പോയപ്പോൾ ഒരു ടീം വേറൊരു എൻട്രൻസിലും മറ്റൊരു ടീം അടുത്ത എൻട്രൻസിലും വന്നു കയറി. അപ്പം നമ്മൾ കുറച്ച് നേരം ഒക്കെ വെയിറ്റ് ചെയ്തു നിൽക്കേണ്ടി വന്നു. സെയിൻറ്റ് ബസവണ്ണയുടെ പ്രതിമയാണ് എൻട്രൻസിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പൂക്കൾ കൊണ്ട് ഗോപുരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു മണ്ഡപം പോലെ തോന്നിക്കുന്ന ഒന്ന് കാണുന്നുണ്ട്. നമ്മൾ ഒരു 11 മണിയാകുമ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ആ സമയത്ത് പോലും ഈ പൂവിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം താഴെ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കാണുന്നവരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാൻ മറക്കണ്ട. ലിമിറ്റഡ് ഡേയ്സിലേക്കേ ഉള്ളൂ, 28th വരെയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർ ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചോ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചോ വന്നാൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ, ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇതുപോലെ കാണാം. അപ്പോൾ എല്ലാവരും പോയി കാണുക. ടാറ്റാ.